നേത്രസൗഖ്യം പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ക്യാൻസർ രോഗത്തെ സംബന്ധിക്കുന്ന വസ്തുതകൾ, കാരണങ്ങൾ, അതിൻ്റെ രോഗപ്രക്രിയ, ക്യാൻസർ ജന്യ വസ്തുക്കൾ തുടങ്ങിയ വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ പഠനങ്ങളും കണ്ടെത്തലുകളുമാണ് ഇതിന് മുഖ്യമായും നമ്മൾ ആശ്രയിക്കുന്നത്. ആദ്യം ക്യാൻസർ സംബന്ധമായ ചില വസ്തുതകൾ ശ്രദ്ധിക്കാം. മരണകാരികളായ രോഗങ്ങളിൽ 2ാം സ്ഥാനമാണ് ക്യാൻസറിനുള്ളത്. പ്രതിവർഷം 10 മില്യൺ, അതായത് 1 കോടി ആളുകൾ ലോകമെമ്പാടും മരിക്കുന്നു. ആഗോളതലത്തിലുണ്ടാകുന്ന മരണങ്ങളിൽ 1/6 ക്യാൻസർ മൂലമാണ്. 70% ക്യാൻസർ മരണങ്ങളും വരുമാനം കുറഞ്ഞതോ ഇടത്തരം വരുമാനമോ ഉള്ളതായ രാജ്യങ്ങളിലാണ്. മരണത്തിന് 1/3 പുകയില, ഉയർന്ന BMI, അതായത് അമിതവണ്ണം, ആൽക്കഹോളിൻ്റെ ഉപയോഗം, വ്യായാമക്കുറവ്, പച്ചക്കറികളുടെയും പഴങ്ങളുടെയും ഉപയോഗക്കുറവ് ഇതുമൂലമാണ് ഉണ്ടാകുന്നത്. വരുമാനം കുറവുള്ളതോ മധ്യവരുമാനം ഉള്ളതോ ആയ രാജ്യങ്ങളിൽ 30% രോഗങ്ങളും ഹെപ്പറ്റൈറ്റിസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് തുടങ്ങിയ വൈറൽ അണുബാധകളെ തുടർന്നാണ് ഉണ്ടാകുന്നത്. വരുമാനം കുറഞ്ഞതോ മധ്യവരുമാനമോ അതിന് താഴേക്കോ വരുമാനമുള്ള രാജ്യങ്ങളിൽ തുടക്കത്തിൽ രോഗം കണ്ടുപിടിക്കാതിരിക്കുന്നതിനും സമയോചിത ചികിത്സകളുടെ അഭാവവും ഉണ്ടാകുന്നു. അതായത് ഇത്തരം രാജ്യങ്ങളിൽ രോഗം നേരത്തെ കണ്ടുപിടിക്കുന്നില്ല, സമയത്ത് ചികിത്സയും കിട്ടുന്നില്ല. ഉയർന്ന വരുമാനമുള്ള 90% രാജ്യങ്ങളിലും ക്യാൻസറിന് സമഗ്ര ചികിത്സ ലഭ്യമാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അവർക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയുന്നു, ആദ്യമേ തന്നെ ചികിത്സയും കൊടുക്കുന്നു. അതുകൊണ്ട് അവരുടെ ചികിത്സയുടെ വിജയസാധ്യത വളരെ കൂടുതലാണ്. വരുമാനം കുറവുള്ള 15% രാജ്യങ്ങളിൽ മാത്രമേ ക്യാൻസറിന് സമഗ്ര ചികിത്സാ പദ്ധതി ലഭ്യമാകുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് ചികിത്സ ആക്സസിബിൾ അല്ല, എന്ന് വെച്ചാൽ അവിടെ അതിനുള്ള സൗകര്യങ്ങളില്ല. ചികിത്സയുടെ സാമ്പത്തിക ആഘാതം വളരെ വലുതാണ്. ഇത്രയുമാണ് ക്യാൻസർ സംബന്ധിച്ച് സമകാലികമായിട്ടുള്ള WHO പ്രഖ്യാപനങ്ങൾ. ലോകാരോഗ്യ സംഘടന പറയുന്ന ക്യാൻസർ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണ കോശങ്ങൾ അസ്വാഭാവിക കോശങ്ങളായി രൂപാന്തരം സംഭവിക്കുന്നു. ജനിതക ഘടകങ്ങളും ബാഹ്യമായ ക്യാൻസർ ജന്യ വസ്തുക്കളുമായിട്ടുള്ള സമ്പർക്കമാണ് ഇതിന് കാരണമാകുന്നത്. അതായത് ജനിതക ഘടകങ്ങൾ മാത്രം പോരാ, ക്യാൻസർ ജന്യ വസ്തുക്കളായിട്ട് ഉള്ള സമ്പർക്കവും കൂടെ. ജനിതകമായ സാധ്യതയുള്ള ആൾ ഈ സമ്പർക്കവും കൂടെ ആകുമ്പോഴേക്കും ക്യാൻസറിന് കാരണമായിത്തീരുന്നു. ബാഹ്യമായ ക്യാൻസർ ജന്യ വസ്തുക്കൾ 3 തരമായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമതായി ഫിസിക്കലായിട്ടുള്ള കാർസിനോജൻസ്, അത് UV റേഡിയേഷൻ. ഉദാഹരണം കെമിക്കൽ കാർസിനോജൻസ്, അതായത് ടുബാക്കോയിൽ നമുക്കറിയാം അനവധി രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ആസ്ബെസ്റ്റോസ് ക്യാൻസറിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് കണ്ടുപിടിക്കപ്പെട്ട വസ്തുവാണ്. ആർസനിക്, പ്രത്യേകിച്ചും കുടിവെള്ളത്തിലൊക്കെയാണ് ഇത് കലർന്നു വരുന്നത്. പിന്നെ അഫ്ലാടോക്സിൻസ്, അത് ചില ഭക്ഷ്യധാന്യങ്ങളിലുണ്ടാകുന്ന ഫംഗസ് മൂലം ഉണ്ടാകുന്ന വിഷവസ്തുവാണ്. ഇതുകൂടാതെ ജൈവ സ്വഭാവമുള്ള കാർസിനോജൻസ് ഉണ്ട്. കാർസിനോജൻസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ ജന്യ വസ്തു. ബയോളജിക്കൽ കാർസിനോജൻസ് എന്ന് വെച്ചാൽ ചില ജീവികളെ കൊണ്ട്, അതായത് വൈറസ്, ബാക്ടീരിയ, പാരസൈറ്റുകളെ കൊണ്ടുള്ള അണുബാധയാണ്. ഇനി ക്യാൻസറിൻ്റെ പ്രക്രിയ എന്താണെന്ന് നോക്കാം. ശരീരത്തിലെ കോശങ്ങൾ അനിയന്ത്രിതമായി വർദ്ധിച്ചു വരുന്നു. സാധാരണ കോശങ്ങൾ, അതായത് അസ്വാഭാവികമായിട്ടും അനിയന്ത്രിതമായിട്ടും വർദ്ധിക്കുന്നു. സാധാരണ കോശങ്ങളെ നശിപ്പിക്കുന്നു. മറ്റു ഭാഗങ്ങളിലേക്ക് വളരാനുള്ള ഇതിൻ്റെ കഴിവ് വളരെ കൂടുതലാണ്. കോശങ്ങളിലെ DNA ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. DNA ഉള്ളിൽ ധാരാളം ജീനുകളുണ്ട്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ കോശങ്ങളുടെ പ്രവർത്തനത്തിനുള്ളത് എങ്ങനെ കോശങ്ങൾ വളരണമെന്നുള്ള നിർദ്ദേശം അടങ്ങിയത്, എങ്ങനെ വിഭജിക്കപ്പെടണമെന്നുള്ള നിർദ്ദേശം, ഇതെല്ലാം ഉള്ളതാണ് ജീനുകൾ. നിർദ്ദേശങ്ങളിലുണ്ടാകുന്ന തകരാറുകൾ ക്യാൻസറിൻ്റെ കാരണമായി തീരുന്നു. കോശങ്ങളുടെ സ്വാഭാവിക പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നു. ജീനിൻ്റെ മ്യൂട്ടേഷൻ അഥവാ ജനിതക വ്യതിയാനമാണ് കാരണം. ജനിതക വ്യതിയാനം ബാധിച്ച കോശങ്ങളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നു. സാധാരണ ഒരു കോശത്തിന് വരുന്നതിലും കൂടുതൽ വളരെ പല മടങ്ങായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ജനനാനന്തരമുള്ള ജീൻ മ്യൂട്ടേഷനുമുണ്ട്. അത് കൂടുതലായിട്ടുള്ള, അതായത് ജനിക്കുമ്പം അല്ലെ പാരമ്പര്യമായിട്ട് കിട്ടിയതിലും കൂടുതൽ സാധ്യത ജനനാനന്തരമുള്ള മ്യൂട്ടേഷനാണ്. ജനിതക വ്യതിയാനത്തിന് കാരണമായ കുറച്ച് ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടുള്ള പുകവലിയാണ്, റേഡിയേഷൻ, വൈറസിനെ കൊണ്ടുള്ള അണുബാധകൾ, ഈ മുമ്പ് പറഞ്ഞ കാർസിനോജൻസ്, അമിതവണ്ണം, ഹോർമോൺ തകരാറുകൾ, പഴക്കമേറിയ നീർക്കെട്ടുകൾ, വ്യായാമക്കുറവ്, ഇതൊക്കെ ജനിതക വ്യതിയാനത്തിൻ്റെ കാരണമായിട്ട് കണക്കാക്കപ്പെടുന്നു. സാധാരണ കോശങ്ങളുടെ വളർച്ചയുടെ ഘട്ടങ്ങളിലും ജീൻ മ്യൂട്ടേഷൻ സംഭവിക്കാറുണ്ട്. പക്ഷേ അത്
കുഴപ്പമുണ്ടാവാറില്ല. ഇത്തരം തകരാറുകൾ തിരിച്ചറിഞ്ഞ് പരിഹരിക്കാനുള്ള സംവിധാനം ശരീരത്തിനുണ്ട്. പക്ഷേ അത് പരാജയപ്പെടും ചിലപ്പോൾ. സാധാരണ കോശങ്ങളുടെ വളർച്ച നിയന്ത്രണ വിധേയമാണ്. എന്നാൽ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയുടെ നിയന്ത്രണം എല്ലാം നഷ്ടപ്പെടുന്നു. കാരണം ട്യൂമർ സപ്രസർ ജീനുകളുണ്ട് കോശവളർച്ചയെ നിയന്ത്രിക്കുന്ന. ട്യൂമർ സപ്രസർ ജീനുകളുടെ അതിന് വ്യതിയാനം സംഭവിക്കുന്നതോടെ ക്യാൻസർ സെല്ലുകൾ പെരുകുന്നു, സംഭരിക്കുന്നു. കോശങ്ങളിലെ DNA തകരാറുകൾ പരിഹരിക്കുന്ന ജീനുകളുമുണ്ട്, DNA റിപ്പയർ ജീനുകൾ. അവയിലുണ്ടാകുന്ന ജനിതക വ്യതിയാനം കോശങ്ങൾക്ക് ക്യാൻസർ ബാധയുണ്ടാക്കുന്നു. എന്താണ് കാർസിനോജൻസ്? ക്യാൻസറിന് കാരണമാകുന്ന ഏത് വസ്തുവിനെയും കാർസിനോജൻ എന്ന് വിളിക്കുന്നു. റേഡിയോ ആക്റ്റീവായിട്ടുള്ള പദാർത്ഥങ്ങൾ, റേഡിയേഷനും ഒക്കെ കാർസിനോജനുകളാണ്. ഇതിന് ജനിതക വ്യവസ്ഥയിൽ നാശമുണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഇവയ്ക്ക് മെറ്റബോളിക് ആക്ടിവിറ്റീസ്, ശരീരത്തിൻ്റെ ചയാപചയ പ്രക്രിയകൾ തടസ്സപ്പെടുത്തുവാനും കഴിയും. റേഡിയോ ആക്റ്റീവ് അല്ലാത്ത വസ്തുക്കളുമുണ്ട്. ഇപ്പോൾ ആസ്ബെസ്റ്റോസ് പോലുള്ള വസ്തുക്കൾ, ചില ഡയോക്സിനുകൾ, പുകയിലൊക്കെ തന്നെ റേഡിയോ ആക്റ്റീവ് അല്ലാത്ത കാർസിനോജൻസാണ്. കാർസിനോജനുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. സാധാരണ കോശങ്ങൾ പ്രായമാകുമ്പോൾ സ്വാഭാവികമായി നശിച്ചു പോകേണ്ടതുണ്ട്. പ്രോഗ്രാംഡ് സെൽ ഡെത്ത് എന്നാണ് അതിനെ പറയുക. ഈ പ്രക്രിയ, അതിന് കാരണമായ പ്രക്രിയകൾ അപ്പോട്ടോസിസ്, ഓട്ടോഫാജി എന്നൊക്കെ പറഞ്ഞ് ഈ സെല്ലുകളെ നശിപ്പിക്കാനുള്ള ചില പ്രക്രിയകളുണ്ട്. കേടുവന്നതും പ്രായമായതുമായ കോശങ്ങൾക്ക് ക്യാൻസർ രോഗത്തിൽ പ്രോഗ്രാംഡ് സെൽ ഡെത്ത് ഉണ്ടാവുന്നില്ല. അപ്പോൾ അത് തുടർന്നുകൊണ്ടേയിരിക്കും. കാർസിനോജനുകളുടെ സാന്നിധ്യം കോശങ്ങളിലെ മെറ്റബോളിക് പ്രക്രിയയ്ക്ക് തടസ്സമുണ്ടാക്കുന്നു, DNA തകരാറുണ്ടാക്കുകയും രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നു. തുടർന്ന് കോശങ്ങളിലെ ജൈവ പ്രക്രിയകൾ തടസ്സപ്പെടുകയും മാലിഗ്നൻ കോശങ്ങൾ, അതായത് മാരകമായ കോശങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാവുകയും അങ്ങനെയാണ് ട്യൂമറുകൾ രൂപം കൊള്ളുന്നത്. ക്യാൻസർ രോഗത്തിൻ്റെ ആപൽ സാധ്യത വർദ്ധിപ്പിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളും ആഹാര രീതികളും നോക്കാം. ഇത് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഇൻ്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഇൻ ക്യാൻസർ, IARC എന്ന് പറയുന്ന ഉപസംഘടനയാണ്. ആഗോളതലത്തിൽ ക്യാൻസർ പഠനം നിർവഹിക്കുന്ന സംഘടനയാണിത്. ക്യാൻസറിൻ്റെ കാരണങ്ങൾ ആയിട്ടുള്ള കാർസിനോജനുകളെ IARC പലതിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അർബുദജന്യങ്ങളായ ആപൽ ഘടകങ്ങളെ മനുഷ്യരിലും മൃഗങ്ങളിലുമൊക്കെ നടത്തിയ പരീക്ഷണങ്ങളിൽ കൂടെയും വിവരശേഖരണത്തിൽ കൂടെയും ഒക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന കാർസിനോജൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അവയെ നമുക്ക് ഒഴിവാക്കാനായിട്ടും ഒരു പരിധിവരെ രോഗബാധ അകറ്റുവാനായിട്ടും സാധിക്കും. ഇവയെ 5 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതായത് ഗ്രൂപ്പ് 1 കാർസിനോജൻ എന്ന് പറഞ്ഞാൽ ക്യാൻസർ ജന്യമെന്ന് വേണ്ടത്ര തെളിവുള്ളവയാണ്. ഇങ്ങനെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആദ്യത്തെ വിഭാഗം, ഗ്രൂപ്പ് 1 കാർസിനോജൻ. അതാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യത ഉള്ളതായിട്ട് WHO പറയുന്നത്. രണ്ടാമത്തേത് ഗ്രൂപ്പ് 2A ആണ്. ഗ്രൂപ്പ് 2നെ എയും ബിയും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഉയർന്ന സാധ്യതയുള്ളതിനെ ഗ്രൂപ്പ് 2A ആയിട്ടും സാധ്യതയുള്ളതിനെ ഗ്രൂപ്പ് 2B ആയിട്ടും തരംതിരിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് 3യിലേക്ക് വരുമ്പോൾ സാധ്യതയില്ലാത്തവ പഠനം നടത്തി ഈ പറഞ്ഞ മൃഗപരീക്ഷണം, മനുഷ്യ പരീക്ഷണം, ബാക്കിയുള്ള ഇതിൽ കൂടെ ക്യാൻസർ സാധ്യത ഒട്ടുമില്ലാത്തവയെ ആണ്, സാധ്യതയില്ലാത്തതാണ് ഗ്രൂപ്പ് 3. ഗ്രൂപ്പ് 4 ക്യാൻസർ ജന്യമല്ലാത്ത വസ്തുക്കളാണ്. നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുള്ള ക്യാൻസർ ജന്യ വസ്തുക്കളെ കുറച്ചെണ്ണത്തിന് നമുക്കിവിടെ പരിചയപ്പെടാം. ഒന്നാമത്തത് അഫ്ലാടോക്സിൻസാണ്. അത് മണ്ണിലും അഴുകുന്ന ചെടികളിലുമൊക്കെ ധാന്യങ്ങളിലും കണ്ടുവരുന്ന ആസ്പർജില്ലസ് ഫ്ലാവസ് എന്ന് പറയുന്ന ഒരു പൂപ്പലാണ്, ഒരു ഫംഗസാണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിഷവസ്തുവാണ് അഫ്ലാടോക്സിൻ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നു, പയറ് പരിപ്പൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്നു, ഇരുന്ന് പഴകുന്നു, അങ്ങനെയുള്ള പല വ്യഞ്ജനങ്ങൾ, കറി മസാലകൾ, ഇതിലൊക്കെ വരുമ്പോൾ ഇത്തരം ഭക്ഷ്യവസ്തുക്കളിൽ ഇത് ഉണ്ടാകുന്നു, അഫ്ലാടോക്സിൻസ് ഉണ്ടാകുന്നു. ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ എന്തു പറ്റും? ഇത് മൃഗങ്ങൾക്ക് കൊടുക്കും, മനുഷ്യർ നേരിട്ട് കഴിക്കും. പാകം ചെയ്ത് കഴിഞ്ഞാലും വിഷാംശം മാറുന്നില്ല. അങ്ങനെയുള്ളപ്പം മനുഷ്യ ശരീരത്തിൽ നേരിട്ടെത്തും. പിന്നെ മൃഗജന്യ വിഭവങ്ങൾ, മുട്ട, മാംസം, പാൽ എന്നിവയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഉപയോഗം കൊണ്ടും മനുഷ്യ ശരീരത്തിലെത്തുന്നു. ഇതിൻ്റെ ഉപയോഗം ലിവർ സിറോസിസിന്, ലിവർ ക്യാൻസറിന് കാരണമാകുന്നു. കുട്ടികളിലാണ് റിസ്ക് കൂടുതൽ. നൈട്രോസമിനാണ് അടുത്തത്. ഉയർന്ന ചൂടിൽ പാചകം ചെയ്യുമ്പോൾ നൈട്രോസമിൻ ഉണ്ടാകുന്നു. നൈട്രോസമിൻ പല രീതിയിൽ ഭക്ഷ്യവസ്തുക്കളിൽ ഉണ്ടാകുന്നുണ്ട്. സംസ്കരിച്ച മാംസത്തിൽ, പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അധികം ഇല്ലെങ്കിലും ഉണ്ട്, പുതിയ തലമുറ വളരെ ഇഷ്ടപ്പെടുന്ന ബാക്കൺ, ഹാം, സലാമി പോലുള്ള മാംസവിഭവങ്ങളുണ്ട്. അതുകൂടാതെ മദ്യം, സിഗരറ്റ്, പുക, ഇവയിലൊക്കെ നൈട്രോസമിൻ്റെ സാന്നിധ്യമുണ്ട്. ഭക്ഷ്യവസ്തുക്കളിൽ പ്രത്യേകിച്ചും മാംസവിഭവങ്ങളിൽ നൈട്രേറ്റ് അല്ലെങ്കിൽ നൈട്രൈറ്റ് അടങ്ങിയിട്ടുള്ള പ്രിസർവേറ്റീവ് ചേർക്കും. അപ്പോൾ ഇതെന്ത് ചെയ്യുക? ഈ പ്രിസർവേറ്റീവ് മനുഷ്യ ശരീരത്തിൽ നമ്മൾ ഉള്ള പ്രോട്ടീനായിട്ട് അമൈനുകളുമായിട്ട് പ്രതിപ്രവർത്തിച്ച് വിഘടിച്ച് നൈട്രോസമിൻ ഉണ്ടാകുന്നു. പൊട്ടാസ്യം, സോഡിയം നൈട്രേറ്റുകൾ പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ആഹാരവസ്തുക്കളും
കൂടെയാണ് മനുഷ്യ ശരീരത്തിൽ, പ്രത്യേകിച്ചും ആഹാര സാധനങ്ങളിൽ കൂടെ ചേരുന്ന പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന അമീൻസും തമ്മിൽ ചേർന്നിട്ടാണ് നൈട്രോസമീൻ ഉണ്ടാകുന്നത്. അന്നനാളം, ആമാശയം, കുടൽ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളിലാണ് ഇത് ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതൽ. മറ്റൊന്ന് സംസ്കരിച്ച മാംസവിഭാഗങ്ങളാണ്. ഇവയെ ക്യാൻസർ സാധ്യത കൂടുതലുള്ള ഗ്രൂപ്പ് 1 WHO ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഉപ്പ് ചേർത്ത് ഉണക്കി പുകച്ച ബീഫ്, കോഴി, പോർക്ക് മാംസവിഭവങ്ങളാണ്. അതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ബാക്കൺ, ഹാം, സോസേജ്, ഹോട്ട് ഡോഗ്, ക്യാൻഡ് മീറ്റ് എന്നിവയൊക്കെ തന്നെ അതീവ സാധ്യതയുള്ള വിഭവങ്ങളായിട്ടാണ് WHO പറയുന്നത്. കുടലാമാശയ, മലദ്വാര ക്യാൻസറുകളുടെ സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കും. മറ്റൊന്ന് ഉപ്പിട്ട് ഉണക്കിയെടുത്ത മത്സ്യങ്ങളാണ്. ചൈന, ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇതിൻ്റെ ഉപയോഗം കൂടുതലുള്ളത്. അവിടെ ഈ നാസ ഗള, തൊണ്ടയിലെ ക്യാൻസറും മൂക്കിനുള്ളിലെ ക്യാൻസർ വളരെ കൂടുതൽ ആണെന്നുള്ളതാണ് ഇതിൻ്റെ കണ്ടെത്തൽ. WHO ഇതിനെ വളരെ ആപൽസാധ്യത കൂടിയ ഭക്ഷ്യവസ്തുവായിട്ട് പ്രഖ്യാപിച്ചു. അടുത്തത് അടയ്ക്കയാണ്. അടയ്ക്ക നമ്മുടെ നാട്ടിലും വളരെ പ്രചാരത്തിലുണ്ട്. കാരണം പഴയ ആളുകൾ ചുണ്ണാമ്പും പുകയിലെ അടയ്ക്കയും ചേർത്താണ് മുറുക്കാനുണ്ടാക്കി മുറുക്കുന്നത്. അപ്പോൾ ഇതിൽ അരേക്കോളിൻ എന്ന് പറയുന്ന വായിലെ നേർത്ത പാടയ്ക്ക് തകരാറുണ്ടാക്കുന്ന ഒരു വസ്തുവുണ്ട്. ഇത് അന്നനാളത്തിലെയും വായിലെ സ്ക്വാമസ് സെൽ കാർസിനോമ എന്ന് പറയുന്ന ക്യാൻസറിൻ്റെ കാരണമാണ്. ഇപ്പോൾ നമുക്കറിയാം അടയ്ക്ക പഴയ രീതിയില്ല, പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ ഇത് പ്രോസസ്ഡ് ആയിട്ട് ഇതിൻ്റെ സത്ത് എടുത്തിട്ട് ഗുഡ്ക രൂപത്തിലൊക്കെയാണ് ആളുകൾ ഇത് ചവയ്ക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന് മിനറൽ ഓയിലാണ്. മിനറൽ ഓയിൽ എന്ന് പറഞ്ഞാൽ ഇത് ഗ്രൂപ്പ് 1 കാർസിനോജനാണ്. ക്രൂഡ് ഓയിലിൽ നിന്ന് ഡിസ്റ്റിൽ ചെയ്ത് പെട്രോളിയം വിഭവങ്ങൾ, പെട്രോളിയത്തിൻ്റെ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നു. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ടാണ് മിനറൽ ഓയിൽ വരുന്നത്. മിനറൽ ഓയിൽ വരുമ്പോൾ ഇത് പല രീതിയിലും മനുഷ്യന് ഉപയോഗം, ഇത് നിറമോ മണമോ ഒന്നുമില്ല. ഇതിനെ റിഫൈൻ ചെയ്ത് കോസ്മെറ്റിക് പ്രോഡക്ട്സിൽ ഉപയോഗിക്കുന്നു. മിനറൽ ഓയിൽ, പെട്രോളിയം ഓയിൽ എന്നൊക്കെ പറഞ്ഞ്. ഇത് കൂടാതെ റിഫൈൻ ചെയ്യാതെ വാഹനങ്ങളിൽ, ഓട്ടോമൊബൈലിൽ അതിൽ പലതരത്തിലുള്ള ആവശ്യത്തിന് അതിനും ഉപയോഗിക്കുന്നുണ്ട്. ദീർഘകാലം അപ്പോൾ ഈ ക്യാൻസർ പഠനങ്ങൾ നടത്തുമ്പം ഇതിൻ്റെ തൊഴിലാളികളിൽ, ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ കോസ്മെറ്റിക് ഉപയോഗിക്കുന്നവരിലുള്ള ക്യാൻസർ സാധ്യതയാണ് ശാസ്ത്രജ്ഞന്മാർ കൂടുതൽ പഠിക്കുന്നത്. പക്ഷേ അവരുടെ ഇടയ്ക്ക് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ ഇത് വെളിച്ചെണ്ണയിൽ കലർത്തുന്നു, ഭക്ഷ്യ എണ്ണകളിൽ കലർത്തുന്നു, അവർ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള പഠനമൊന്നും നടന്നിട്ടില്ല. അപ്പോൾ എന്ത് പറ്റുന്നത്, ഇത് ബാഹ്യമായിട്ട് ക്യാൻസർ ജന്യ വസ്തുവാണെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് പത്രമാസികകളിൽ പലപ്പോഴും കാണാം ഈ മിനറൽ ഓയിൽ ചേർന്ന വെളിച്ചെണ്ണ പിടിച്ചു, ഭക്ഷ്യ ഓയിൽ പിടിച്ചു എന്നാണ്. അപ്പം നമുക്ക് ഈ ക്യാൻസർ സാധ്യത എത്രയോ അധികം ഉണ്ടെന്നുള്ളതിനെപ്പറ്റി കൂടുതൽ പറയേണ്ടതില്ലല്ലോ. മറ്റൊരു ക്യാൻസർ ജന്യ വസ്തുവായിട്ട് അറിയപ്പെടുന്നത് സിന്തറ്റിക് കളേഴ്സാണ്, ആർട്ടിഫിഷ്യൽ കളേഴ്സ്. കോൾട്ടർ കളറുകൾ, അതായത് ഇതും പെട്രോളിയം ഉൽപ്പന്നമാണ്, പല രാജ്യങ്ങളിലും നിരോധിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തും അതിലെ കുറേ വകഭേദങ്ങൾക്ക് നിരോധനമുണ്ട്. പക്ഷേ ക്വിനോളിൻ, കാർമോയിസിൻ, പോൺസി, എരിത്രോസിൻ മുതലായവ ക്യാൻസർ സാധ്യതയുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. ചില രാജ്യങ്ങളിൽ ഇതും നിരോധിച്ചിട്ടുണ്ട്. കൃത്രിമ നിറങ്ങൾ അടങ്ങിയ ആഹാരപാനീയങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട്. വളരെ എളുപ്പമുള്ള കാര്യമാണ്. കൃത്രിമ നിറമുള്ളത് നമുക്ക് ഒഴിവാക്കിയാലൊന്നും സംഭവിക്കാനില്ല. അപ്പോൾ അങ്ങനെയുള്ളത് കഴിയുന്നത്ര ഒഴിവാക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. മറ്റൊരു ക്യാൻസർ ജന്യ വസ്തുവാണ് ഡയോക്സിൻ വിഭാഗത്തിൽപ്പെട്ട വിഷാംശം. ഇത് WHO ലിസ്റ്റ് ചെയ്ത TCDD എന്ന് പറയുന്നത് വളരെ കൊടിയ മാരകമായ വിഷമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. വ്യവസായങ്ങളിലെ നിർമ്മാണ പ്രക്രിയയുടെ ഉപോൽപ്പന്നമായും ഖരമാലിന്യങ്ങൾ കത്തുമ്പോഴും ഡയോക്സിൻ വിഭാഗത്തിൽപ്പെട്ട ശക്തമായ വിഷാംശം മൃഗങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പിലെത്തുന്നു. ഈ കൊഴുപ്പ് മത്സ്യമാംസങ്ങളിലൂടെ മനുഷ്യ ശരീരത്തിലെത്തുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് PVC പോലുള്ള ക്ലോറിൻ സംയുക്തങ്ങൾ കത്തിക്കുന്നത് നമ്മൾ ഒഴിവാക്കണം. അത് ഇതിനെപ്പറ്റിയുള്ള അവബോധം നമ്മുടെ സമൂഹത്തിൽ വളരെ വളരെ കുറവാണ്. കാരണം ഉത്തരവാദിത്തപ്പെട്ടവർ പോലും പ്ലാസ്റ്റിക് അടങ്ങിയ വസ്തുക്കൾ കത്തിക്കുന്നുണ്ട്. നമുക്കറിയാം വഴിയുടെ അരികിലൊക്കെ നീറി കത്തുന്നത്, നമ്മുടെ അയൽപക്കത്തൊക്കെ ഇത് കത്തുന്നത് കാണാം. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഇത് ഇങ്ങനെയുള്ളത് ഒഴിവാക്കിയാലും കാര്യമില്ല. കാരണം സമൂഹത്തിനാണ് അവബോധം വേണ്ടി വരുന്നത്. വളരെ മാരകമായ ശീലമാണ് കണ്ണി കണ്ടതെല്ലാം ഇട്ടത്. പ്ലാസ്റ്റിക് കത്തിക്കും, റബ്ബർ കത്തിക്കും, ലെതർ കത്തിക്കും, കടലാസ് കത്തിക്കും. ഇതെല്ലാം ശ്വാസകോശ ക്യാൻസറിന് വളരെ വളരെ സാധ്യത കൂട്ടുന്ന ആപൽ ഘടകങ്ങളാണ്. വെൽഡിംഗ് ഫ്യൂമാണ് മറ്റൊരു ക്യാൻസർ ജന്യവസ്തു. ഇത് ദീർഘകാലം ശ്വസിക്കേണ്ടി വരുന്നത്. അത് ഇതിൻ്റെ അകത്ത് പലതരത്തിലുള്ള ഹനലോകങ്ങളുണ്ട്. അപ്പോൾ ഇത് ക്യാൻസർ ജന്യ വസ്തുവായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പെട്ടെന്നൊരു ദിവസം കൊണ്ടല്ല, ദീർഘകാല ഉപയോഗം കൊണ്ട് അതിൻ്റെ പ്രത്യേകിച്ചും അതിൻ്റെ ടെക്നീഷ്യന്മാർക്കൊക്കെ സാധ്യത കൂടും. അന്തരീക്ഷ മലിനീകരണമാണ്. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമാണ് ഈ അന്തരീക്ഷ മലിനീകരണത്തെ പറ്റി പറയുന്നത്. വളരെ രസകരമായ ഒരു വസ്തുത എന്ന് വെച്ചാൽ ഭൂമിയിൽ ഇന്ന് ജീവിക്കുന്ന 10-9 പേർക്കും ശുദ്ധവായു കിട്ടുന്നില്ല. അതായത് മലിനമായ വായുവാണ് നമ്മൾ ബഹുഭൂരിപക്ഷം ശ്വസിക്കുന്നത്. 70 ലക്ഷം പേർക്ക് പ്രതിവർഷം മരണം സംഭവിക്കുന്നുണ്ട് ഇതുമൂലം ക്യാൻസർ ലോകത്തിലെമ്പാടും.
29% ശ്വാസകോശ ക്യാൻസറാണ്. വാതകങ്ങൾ, പാർട്ടിക്കിൾസ്, അതായത് സൂക്ഷ്മമായിട്ട് നമ്മുടെ കണ്ണിൽ കാണാത്ത 2.5 മൈക്രോൺസ് എന്ന് അതിനെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇത് അന്തരീക്ഷത്തിലേക്ക് ഇത് മൂലം അന്തരീക്ഷത്തിലേക്ക് മനുഷ്യനിർമ്മിതമായ വാതകങ്ങൾ, മലിനമായ കെമിക്കൽ വാതകങ്ങൾ വിട്ട് ഇത് തമ്മിൽ അന്തരീക്ഷത്തിൽ കെമിക്കൽ റിയാക്ഷൻ വരുന്നു. ഈ പ്രതിപ്രവർത്തനത്തിലാണ് ഈ പുകയുള്ള മലിനമായ വളരെ മാരകമായ മഞ്ഞ് അല്ലെങ്കിൽ സ്മോഗ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. 5 തരം അന്തരീക്ഷ മലിനീകരണം, അത് ഗാർഹികമായിട്ടുള്ളത്, വ്യാവസായികമായിട്ടുള്ളത്, ഗതാഗതം, ഓട്ടോമൊബൈൽ വണ്ടികൾ ഓടുന്ന സമയത്തുള്ളത്, കൃഷിയിൽ നിന്നുള്ളത്, പിന്നെ മനുഷ്യനിർമ്മിതമായ വേസ്റ്റിൽ നിന്നുള്ള, ഇങ്ങനെ പല രീതിയിലുള്ള അന്തരീക്ഷ മലിനീകരണമുണ്ട്. ഏറ്റവും അപകടകാരികളായത് നേരത്തെ പറഞ്ഞ പോലെ 2.5 മൈക്രോണിൽ താഴെയുള്ള അദൃശ്യമായിട്ടുള്ള, അത് ഫോഗ് ഉണ്ടാക്കും, അത് ലങ്സിലെ ക്യാൻസർ ഉണ്ടാക്കുന്നു. വേസ്റ്റ് കത്തിക്കൽ, കൃഷി മാലിന്യം കത്തിക്കൽ, വാഹനങ്ങളിൽ നിന്നുള്ള കാറ്റിലുള്ള പൊടിപടൽ, ഇതൊക്കെയാണ് അതിൻ്റെ ഉറവിടം. മറ്റൊന്ന് ഗ്രൗണ്ട് ലെവൽ ഓസോണാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഓസോൺ ഉണ്ടാകുന്നു. ഇത് ഉയർന്ന രീതിയിൽ അസ്വസ്ഥത ചെടികൾക്കുമുണ്ട് മനുഷ്യർക്കുമുണ്ട്. അന്തരീക്ഷത്തിലെ 2 മലിന ഘടകങ്ങൾ, ഏതെങ്കിലും 2 മലിന ഘടകങ്ങൾ സൂര്യപ്രകാശത്തിൽ റിയാക്ട് ചെയ്യുന്നു. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഈ ഘടകങ്ങൾ റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്തു പറ്റുന്നു? അതിൽ നിന്നുണ്ടാകുന്ന ഓസോൺ ചെടികളുടെ റെസ്പിറേഷൻ, ചെടികളുടെ ശ്വാസോച്ഛ്വാസം, അതിനറിയാം, അതിൻ്റെ സ്റ്റൊമാറ്റ വഴി അത് റെസ്പിറേഷൻ നടത്തുന്നു, അവിടെ തടസ്സപ്പെടുന്നു. അപ്പോൾ ചെടികൾക്ക് കേടുവരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനും അതുപോലെ തന്നെ ഇത് വളരെയധികം എല്ലാ ജീവജാലങ്ങൾക്കും അപകടം. ഇതൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് കൂടിയാണ്, ഹരിത ഗൃഹവാതകം, ഭൂമിക്ക് പൊള്ളാൻ കാരണമാകുന്ന വാതകമാണ്. നൈട്രജൻ ഡയോക്സൈഡാണ് മറ്റൊരു കാർസിനോജൻ. ഒരു പറ്റം വായുമലിനീകരണം ഉണ്ടാക്കുന്ന നൈട്രജൻ സംയുക്തങ്ങളുണ്ട്. നൈട്രജൻ ഡയോക്സൈഡ്, നൈട്രജൻ മോണോക്സൈഡ് എന്നിവയാണ് അതിൽ പ്രധാനം. ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങളും ശ്വാസകോശ രോഗങ്ങളും ഉണ്ടാക്കുന്നു. കാർബണാണ് മറ്റൊരു കാർസിനോജൻ. കാട്ടുതീ, കൃഷിയിലെ മാലിന്യങ്ങൾ കത്തിക്കുന്നത്, ഡീസൽ എഞ്ചിനിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് തുറസായ സ്ഥലത്തിട്ട് കുറഞ്ഞ ഊഷ്മാവിൽ കത്തിക്കുന്നത്, ഫർണസുകളിൽ നിന്ന്, ഇതിൽ നിന്ന് ഉണ്ടാകുന്ന ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങളുണ്ടാകുന്നു, അകാല മരണം ഉണ്ടാകുന്നു. മീഥെയിനാണ് മറ്റൊരു അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന വസ്തു. ഇത് ഖരമാലിന്യത്തിൽ നിന്നുണ്ടാകുന്നു, ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടാകുന്നു. പ്രത്യേകിച്ചും ഈ ആടുമാടുകളുടെ ചാണകത്തിൽ നിന്നൊക്കെ മീഥെയിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ സീവേജ്, സോളിഡ് വേസ്റ്റ്, ഇതിൽ നിന്നൊക്കെ ഉണ്ടാകും. ഇത് ശ്വാസകോശ രോഗങ്ങൾക്കും ധാരാളം മരണങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഗ്ലോബൽ വാർമിങ്ങിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമൊക്കെ മീഥെയിൻ്റെ അമിതമായ അളവ് കാരണമാകുന്നുണ്ട്. ആയുർ സൗഖ്യത്തിലെ ക്യാൻസർജന്യ വസ്തുക്കളെ പറ്റിയുള്ള ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മുടെ ചുറ്റുപാടും പ്രചാരത്തിലുള്ള അല്ലെങ്കിൽ ഇവിടെ ഉൽപ്പന്നമാകുന്ന മനുഷ്യനിർമ്മിതമായ ക്യാൻസർജന്യ വസ്തുക്കളെ കുറച്ചെണ്ണത്തിന് ഇവിടെ തിരിച്ചറിയാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. കഴിയുന്നത്ര ഇവയുടെ ഉൽപ്പാദനം കുറച്ചും ഇത്തരം ക്യാൻസർജന്യ വസ്തുക്കളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നും ഇവയുടെ ഉൽപ്പാദനത്തിന് നാം കാരണമാകാതെയും നമ്മുടെ സമൂഹത്തെയും കുടുംബത്തെയും വ്യക്തിയെയും ഇത്തരം രോഗബാധയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു വിഷയവുമായി ആയുർ സൗഖ്യത്തിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. ലോകാസമസ്ത സുഖിനോ ഭവന്തു. ആയുർ സൗഖ്യത്തിൽ വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കുമായി ബന്ധപ്പെടുക 9188303000.